ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച നമ്മൾ 3 കൂടെ കവർ ചെയ്യുന്നുണ്ട്. 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. പിന്നെ രാത്രി 8 മണിക്ക് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോ ടോപ്പിക്ക് വൈസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വെറുതെ ചോദ്യങ്ങൾ പറഞ്ഞു പോവുകയല്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതമാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനി വരാനിരിക്കുന്ന ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ക്ലാസ്സാണ്. ഒരുപാട് പേര് കുറേ നാളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ടോപ്പിക് വൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അതും ലൈവ് ക്ലാസ് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി 10:30 എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ലൈവായിട്ട് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ്, പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ലൈവായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ക്ലാസ്സുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സുകൾ അന്നന്ന് തന്നെ കണ്ട് പഠിച്ച് നോട്ട്സ് തയ്യാറാക്കി റിവിഷൻ ചെയ്യുക. പിന്നെ ഞാൻ ക്ലാസ് നൽകുന്നത് കൂടാതെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട പോൾ നമ്മൾ വൈകുന്നേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ടെലിഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലിഗ്രാം വഴിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ചിലപ്പോൾ 1-2 ദിവസം ക്ലാസ് വരാതിരുന്ന് കഴിഞ്ഞാൽ, എപ്പോഴും മിക്കവാറും എന്തായാലും ക്ലാസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം നമുക്ക് എന്തെങ്കിലും ക്ലാസ് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മൾ ടെലിഗ്രാം വഴിയാണ് അറിയിക്കുക. അപ്പോൾ എന്തേ ക്ലാസ് ഇല്ലാത്തതെന്ന് യൂട്യൂബിലൂടെ കമൻറ്റായിട്ട് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ടെലിഗ്രാം വഴിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചേരുന്ന കുട്ടികൾ അവരുടേതായ രീതിയിൽ പോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വളരെ ആക്റ്റീവായിട്ടാണ് നമ്മുടെ ടെലിഗ്രാം പോകുന്നത്. സോ എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ പറയണം കേട്ടോ, കമൻറ്റായിട്ട് പറയണം. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? പ്രൊനൗൺ എന്ന് പറയുന്ന ഭാഗം, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രൊനൗൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സണൽ പ്രൊനൗൺ എന്താണ്, പൊസസീവ് പ്രൊനൗൺ എന്താണ്, റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ അത് നമുക്ക് ചോദ്യം വരുന്ന ഭാഗമാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു 2 ക്ലാസ് കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത്രത്തോളം കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. നോട്ട് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ ആപേക്ഷിക സർവനാമം എന്നാണ് പറയുക. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ? ആപേക്ഷിക സർവനാമം. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? എന്താണ് ഈ റിലേറ്റീവ് പ്രൊനൗൺ? അതായത് 2 സെൻറ്റൻസുകളെ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആ സെൻറ്റൻസിലെ ഒരു നൗണിനോ അല്ലെങ്കിൽ പ്രൊനൗണിനോ ഒക്കെ പകരമായിട്ട് 2 സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നൗണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊനൗണാണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, 2 സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊനൗണാണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് 6 റിലേറ്റീവ് പ്രൊനൗണിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, 6 എണ്ണം. ആ 6 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യത്തേത് ഹൂ, ഹൂ. രണ്ടാമത്തേത് ഹൂം, ഹൂം. 3 ഹൂസ്, ഹൂസ്. 4 ദാറ്റ്. 5 വിച്ച്. 6 വാട്ട്. ഇങ്ങനെ 6 എണ്ണമാണ് നമുക്കുള്ളത്. റിലേറ്റീവ് പ്രൊനൗൺ എത്ര എണ്ണം പഠിക്കാനുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട 6 എണ്ണം. PSCയുടെ സ്ഥിരം ചോദ്യമായിട്ടുള്ള 6 റിലേറ്റീവ് പ്രൊനൗൺ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്.
ഇനി ഇതൊക്കെ ജസ്റ്റ് എന്തിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ ഇതിൽ ഹൂ, ഹൂം എന്ന് പറയുന്ന രണ്ട് പ്രൊനൗണ്, റിലേറ്റീവ് പ്രൊനൗൺ, ഇത് നമ്മൾ വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പേഴ്സൺസ് ഓൺലി ആണ്. നമ്മൾ പേഴ്സൺസ്, വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഹൂ ആൻഡ് ഹൂം എന്ന് പറയുന്നത്. ഇത് രണ്ടും വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ, ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതുകൊണ്ട് എഴുതി വെച്ചേക്കണം. ഹൂ ആൻഡ് ഹൂം ഇത് രണ്ടും നമ്മൾ വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി ഹൂസ്, ഹൂസ് എന്ന് പറയുന്നത് നമ്മൾ വ്യക്തികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. സാധനങ്ങൾ, തിങ്സ്, തിങ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആനിമൽസ്, മൃഗങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. കൺട്രീസ്, ഓക്കെ, കൺട്രീസ്, അതുപോലെ തന്നെ റിവേഴ്സ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൂസ്. പേഴ്സൺ ആവാം, തിങ്സ് ആവാം, ആനിമൽസ് ആവാം, കൺട്രീസ് ആവാം, റിവേഴ്സ് ആവാം. ഇതിനെല്ലാം സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? ഹൂസ് എന്ന് പറയുന്നത്. അടുത്തത് ദാറ്റ്. ദാറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? പേഴ്സൺ, വ്യക്തികളെ സൂചിപ്പിക്കാം, പിന്നെ തിങ്സിനെ സൂചിപ്പിക്കാം, അതുപോലെ ആനിമൽസിനെ സൂചിപ്പിക്കാം. ഓക്കെ, പേഴ്സൺ, അതുപോലെ തിങ്സ്, ആനിമൽസ്, ഇതിനെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ വിച്ച്, വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത് തിങ്സിനെ സൂചിപ്പിക്കാനും ആനിമൽസിനെ സൂചിപ്പിക്കാനും മാത്രമാണ്. അവിടെ പേഴ്സൺസ് നമ്മൾ യൂസ് ചെയ്യില്ല. വിച്ച് എന്ന് പറയുന്നത് പേഴ്സൺസിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല. ദെൻ വാട്ട് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില ഐഡിയാസ്, ഓക്കെ, ഐഡിയാസിൻ്റെ കൂടെ, അതുപോലെ തന്നെ തിങ്സിൻ്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുക. തിങ്സ് അല്ലെങ്കിൽ ഐഡിയാസിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വാട്ട് എന്ന് പറയുന്നത്. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഹൂ ആൻഡ് ഹൂം പേഴ്സൺസിനെ സൂചിപ്പിക്കാനും, ഹൂസ് എന്ന് പറയുന്നത് പേഴ്സൺസിനെയും തിങ്സ്, ആനിമൽസ്, കൺട്രീസ്, റിവേഴ്സിനെയൊക്കെ സൂചിപ്പിക്കാനും, ദാറ്റ് എന്ന് പറയുന്നത് പേഴ്സൺ, തിങ്സ് ആൻഡ് ആനിമൽസിനെ സൂചിപ്പിക്കാനും, വിച്ച് എന്ന് പറയുന്നത് തിങ്സ് ആൻഡ് ആനിമൽസിനെ സൂചിപ്പിക്കാനും, വാട്ട് എന്ന് പറയുന്നത് ഐഡിയാസ് ആൻഡ് തിങ്സിനെ സൂചിപ്പിക്കുവാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നെണ്ണം, ഹൂ, ഹൂം, ഹൂസ്, ഇത് മൂന്നും നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ചെറിയൊരു ടെക്നിക്കിലൂടെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിലും, സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇതിൽ ഏതാ റിലേറ്റീവ് പ്രൊനൗൺ എന്നൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി ഈസി ആയിട്ട് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും എങ്ങനെ ഇത് ആൻസർ ചെയ്യാം, ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ദിസ് ഈസ് ദ മാൻ ഡാഷ് സ്റ്റോൾ മൈ വാച്ച് യെസ്റ്റർഡേ. ദിസ് ഈസ് ദ മാൻ, ഈ മനുഷ്യനാണ് ഡാഷ് സ്റ്റോൾ മൈ വാച്ച് യെസ്റ്റർഡേ, ഇന്നലെ എൻ്റെ വാച്ച് മോഷ്ടിച്ച മനുഷ്യനാണ് ഇത് എഴുതി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആര് എന്നുള്ള ഒരു ഹൂ, ആരാണോ എന്നുള്ളൊരു മീനിങ് ആണ് വരേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ, ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ ദ മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് എന്താ? ഒരു പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ പേഴ്സൺസിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊനൗൺ പഠിച്ചു. ഏതാ? റിലേറ്റീവ് പ്രൊനൗൺ പഠിച്ചു, ഹൂ ആൻഡ് ഹൂം. രണ്ടെണ്ണം നമ്മൾ പേഴ്സൺസിനെ പേഴ്സൺസിനെ മാത്രം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹൂസ് എന്ന് പറയുന്ന പേഴ്സണെയും ഉണ്ട്, പിന്നെ തിങ്സ്, ആനിമൽസും ഉണ്ട്. അപ്പോൾ ഹൂം, ഹൂം, ഹൂ, ഹൂം, ഹൂസ്, ഇതിലേതെങ്കിലും ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആദ്യം പേഴ്സൺ വന്നിട്ടുണ്ട്. ഇനി ഈ ഡാഷ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താ? സ്റ്റോൾ മൈ വാച്ച് യെസ്റ്റർഡേ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ മാൻ ഹൂ സ്റ്റോൾ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഇവിടെ തന്നിരിക്കുന്നത് ഒരു വേർബാണ് അല്ലേ. സ്റ്റോൾ എന്ന് പറയുന്നത് ഒരു വേർബാണ്. അതായത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ. പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദേ ഡാഷ് ഉണ്ട്. ഇപ്പുറത്ത് തന്നിരിക്കുന്നത് ഒരു വെർബാണ് എങ്കിൽ, വെർബ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, സ്റ്റോള്, റീഡ്, റൈറ്റ്, പ്ലേ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുക. എന്തെങ്കിലും ഒരു ക്രിയ അല്ലേ, എഴുതുക, വായിക്കുക, കളിക്കുക എന്നൊക്കെ പറയുന്നത്. മോഷ്ടിക്കുക, സ്റ്റോൾ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, ഇതെല്ലാം വെർബാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? ഈസ് ആവാം, ആം ആവാം, ആർ ആവാം, വാസ് ആവാം അല്ലേ, വേർ ആവാം, വില്ലാവാം, അങ്ങനെയുള്ള ഓക്സിലറി വേർബ്സ്.
അപ്പോൾ ഇവിടെ ഒരു പേഴ്സണെ സൂചിപ്പിച്ച് ഇപ്പുറത്ത് വരുന്നത് ഈ ഡാഷ് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു വെർബാണ് അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് ഏത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്? ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാലോ. ഇവിടെ പേഴ്സണെ സൂചിപ്പിക്കുന്നു. ദ മാൻ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആണ്. സ്റ്റോൾ എന്ന് പറയുന്നത്, മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു വെർബാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പേഴ്സണും വെർബും വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ഒരു പേഴ്സൺ വന്നു, ഡാഷ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓരോ എക്സാമ്പിളും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ലീൻ ആയിട്ട് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് എളുപ്പ വഴിയാണ് കണ്ടുപിടിക്കാൻ. ഒരു പേഴ്സൺ തന്നിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു വെർബാണ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഏതാ? ഹൂ ആണ്. ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് നോക്കിക്കേ. ദിസ് ഈസ് ദ മാൻ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഇവിടെയും ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഒന്നുകിൽ ഹൂ ആവാം, അല്ലെങ്കിൽ ഹൂം ആവാം, അല്ലെങ്കിൽ ഹൂസ് ആവാം. പക്ഷെ അത് നമുക്കൊരു ഉറപ്പ് വേണ്ടേ? അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ പേഴ്സണും ഇവിടെ വെർബോ ഓക്സിലറി വെർബോ വന്നാൽ ഹൂ ആണ്. പക്ഷെ ഇവിടെ വെർബാണോ? അല്ല. വി എന്ന് പറയുന്നത് എന്താ? വി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു പ്രൊനൗൺ ആണ് അല്ലെ? വി എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ്. നമ്മൾ പഠിച്ചല്ലോ, നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐ, യു, വി അല്ലെ, ഷീ, ഹി, ഇതെല്ലാം എന്താണ്? പ്രൊനൗൺ ആണ്. അപ്പോൾ ഇവിടെ പേഴ്സൺ കഴിഞ്ഞിട്ട് ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ വരുന്നത് ഒരു പ്രൊനൗൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഐ, യു, വി, ഹി, ഷീ എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മുടെ പേരിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്? ഹൂം ആണ്. ഹൂം. ഓക്കെ, ഇനി തെറ്റിക്കരുത്. ഇവിടെ ഒരു പേഴ്സണെ കുറിക്കുന്നു, ഇവിടെ വരുന്നത് ഒരു പ്രൊനൗൺ ആണെങ്കിൽ നമ്മൾ ഹൂം യൂസ് ചെയ്യും. ഇവിടെ ഒരു പേഴ്സണും ഇവിടെ ഒരു വെർബ് അല്ലെങ്കിൽ ഓക്സിലറി ആണെങ്കിൽ നമ്മൾ ഹൂ ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഹൂം എന്ന് പറയുന്നതിൻ്റെ നമ്മൾ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതെ, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നോക്കി, ഒരു എക്സാമ്പിളും കൂടെ എടുത്തിട്ടുണ്ട്. ദ ഗേൾ ടു ഡാഷ് ഐ സ്പോക്ക് ഈസ് മൈ നെയ്ബർ. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ദ ഗേൾ എന്ന് പറയുമ്പോൾ അത് പേഴ്സണാണ് അല്ലേ? പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു ടു ഉണ്ട്. അപ്പോൾ ഈ ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലേ? ടു എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും കേട്ടോ വഴിയെ. അപ്പോൾ ടു എന്ന് പറയുന്നത് ടു, ഫ്രം എന്നൊക്കെ പറയുന്നത് എന്താ? പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ ദ ഗേൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. അപ്പോൾ ഇവിടെ പേഴ്സണും ഒരു പ്രിപ്പോസിഷനും വന്നിട്ട് ഇവിടെ ഡാഷ് ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? ഐ എന്ന് പറയുന്നത് എന്താ? ഐ എന്ന് പറയുന്നത് അത് എന്തോ ആയിക്കോട്ടെ, പ്രൊനൗണോ എന്തോ ആയിക്കോട്ടെ, പേഴ്സൺ പ്ലസ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഹൂം ആണ്. അതും കൂടെ നിങ്ങൾ ഓർത്തോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കേസ് നമ്മൾ പഠിച്ചു. ഹൂം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കേസുകൾ. ഒന്ന്, ഇവിടെ പേഴ്സണും ഇവിടെ ഒരു പ്രൊനൗണും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? ഹൂം യൂസ് ചെയ്യാം. കൂടാതെ ആദ്യം വരുന്നത് ഒരു പേഴ്സൺ പ്ലസ് അതിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൂടെ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം വരുന്നത് പേഴ്സൺ, അത് കഴിഞ്ഞ് അവസാനം വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വരുന്നുണ്ടെങ്കിൽ ഹൂ യൂസ് ചെയ്യണം, റിലേറ്റീവ് പ്രൊനൗൺ. ഇനി ഒരു പേഴ്സണും ഒരു പ്രൊനൗണും വന്നു കഴിഞ്ഞാൽ ഹൂം യൂസ് ചെയ്യാം. അതേപോലെ പേഴ്സണിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൂ പഠിച്ചു, ഹൂം പഠിച്ചു അല്ലേ? എങ്ങനെയാണ് കണ്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അടുത്തത് ഹൂസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ ദിസ് ഈസ് ദ മാൻ. വീണ്ടും ദ മാൻ എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു പേഴ്സൺ ആണ് അല്ലേ? ഇവിടെ ഡാഷ് ഉണ്ട്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. പേഴ്സ് എന്ന് പറയുന്നത് എന്താ? അതൊരു നൗണാണ് അല്ലേ? പേഴ്സ് എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ പേരല്ലേ പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ പേഴ്സ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. അപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട്, ഇപ്പുറത്തൊരു നൗൺ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഇവിടെ പേഴ്സൺ ഇവിടെയുണ്ട്, ഇവിടെ ഒരു നൗൺ ഉണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഇവിടെ ഹൂസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഹൂസ് ആണ് യൂസ് ചെയ്യുന്നത്, ഹൂസിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു പേഴ്സണും ഇവിടെ ഒരു നൗണും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് പേഴ്സൺ കഴിഞ്ഞ് വരുന്ന ഈ നൗണിനോട് നമ്മൾ
ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പേഴ്സന്റെ എന്നുള്ള ഉത്തരം കിട്ടണം. അതായത് ഇവിടെ തന്നിരിക്കുന്ന എന്താ, പേഴ്സ്. ഈ പേഴ്സ് ആരുടെയാ? ദ മാൻ. ആ മാനിൻ്റെയാണ്, ആ മനുഷ്യൻ്റെയാണ് ആ പേഴ്സ് അല്ലേ. അപ്പോൾ ഈ നൗണിനോട് ഇത് ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ എന്നുള്ളത് ആൻസർ കിട്ടണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ നിങ്ങൾക്ക് സെറ്റായിട്ട് മൂന്നും കൂടെ എഴുതി തരാം. അതായത് ആദ്യത്തെ കേസ് നമ്മൾ പഠിച്ചത്, ആദ്യം ഇവിടെ ഒരു പേഴ്സൺ, ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഹൂ ആണ്. രണ്ടാമത്തെ കേസ് നമ്മൾ പഠിച്ചത്, ഇവിടെ പേഴ്സൺ ഉണ്ട്, ദെൻ ഇവിടെ വന്നിട്ട് ഒരു പ്രൊനൗൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഹൂമാണ്. സെയിം ഹൂമിൻ്റെ തന്നെ മറ്റൊരു കേസ് നമ്മൾ പഠിച്ചു, ഇവിടെ പേഴ്സൺ ഉണ്ട്, പേഴ്സൻ്റെ കൂടെ എന്തുണ്ട്? ഒരു പ്രിപ്പോസിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതും എന്താ? ഹൂമാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ നാലാമത്തെ കേസാണ് നമ്മൾ പഠിച്ചത്, ഇവിടെ വരുന്നത് ഒരു പേഴ്സൺ, ദെൻ ഇവിടെ ഡാഷ്, ഇവിടെ വരുന്നത് ഒരു നൗൺ ആണ്. ഈ നൗണിനോട് ആരുടെ എന്ന് ചോദിച്ചാൽ ഈ പേഴ്സന്റെ എന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഹൂസ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ടേബിളാക്കി എഴുതി വെക്കുക. ഈ ഹൂ, ഹൂം, ഹൂസ് നമ്മൾ കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. സോ അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊരു ടേബിളാക്കി എഴുതി വെച്ചേക്കാം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വേറെ ഒരു ഗ്രാമറോ ഒന്നും നോക്കാതെ ഈ ടെക്നിക്ക് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 10 മുൻവർഷ ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഹൂ, ഹൂം, ഹൂസ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് നോക്കണം കേട്ടോ, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ആദ്യത്തേത്, ദിസ് ബിലോങ്സ് ടു ദി ലേഡി ഡാഷ് വി മെറ്റ് ഇൻ ദ ട്രെയിൻ. എന്താ തന്നിരിക്കുന്നത്? നമുക്ക് അർത്ഥം ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത് ദ ലേഡി ആണ് വരുന്നത് അല്ലേ. ദ ലേഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയല്ലേ, അപ്പോൾ ഒരു പേഴ്സൺ ആണ്. ഇനി ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ തന്നിരിക്കുന്നത് എന്താ? വി. വി എന്ന് പറയുന്നത് എന്താ? ഒരാളുടെ പേരിന് പകരമായിട്ടാണല്ലോ ഐ, യു അല്ലേ, വി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വി എന്ന് പറയുന്നത് എന്താ? ഒരു പ്രൊനൗൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പേഴ്സണും ഒരു പ്രൊനൗണും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ ഹൂം ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ആൻസർ ഈസി ആയിട്ട് കിട്ടി, ഹൂമാണ്. അപ്പോൾ ഒരു പേഴ്സൺ ഇവിടെ വന്നു, ഒരു പ്രൊനൗൺ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നടുക്ക് എന്ത് വരും? ഹൂം ആണ് വരുന്നത്. ഓക്കെ, PYQ ആണ് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് ചോദ്യം വരിക. അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? യെസ്. അടുത്ത ചോദ്യം നോക്കിക്കോ. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് നോ ദ ആൻസർ. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഒരു പേഴ്സണെ ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ, പേഴ്സൺ. ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ നോ. നോ എന്ന് പറഞ്ഞാൽ എന്താ? നോ, അറിയുക. അറിയുക, വായിക്കുക, എഴുതുക, കളിക്കുക, ഇതൊക്കെ എന്താണ്? വെർബ് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചു, പേഴ്സൺ കഴിഞ്ഞിട്ട് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഉത്തരം ഹൂ. ഹൂ യൂസ് ചെയ്യാം. പേഴ്സണും വെർബും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ എന്താ? ഹൂ ആണ്. വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ വാസ് മൈ അങ്കിൾ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ദ മാൻ. ദ മാൻ എന്ന് പറയുമ്പോൾ എന്താ? പേഴ്സൺ ആണ് അല്ലേ. ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ കെയിം എന്നാണ്. കെയിം എന്ന് പറയുമ്പോൾ അതെന്താ? വന്നു എന്ന് പറയുന്നത് അതൊരു വെർബ് തന്നെയല്ലേ. വരിക, വന്നു എന്ന് പറയുന്നത്. വരിക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമിലാണ് കെയിം എന്ന് പറയുന്നത്. സപ്പോസ് അതെന്താണ്? രണ്ടും എന്താ? വെർബ് തന്നെയാണ്. പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും കെയിം, കം, അതൊക്കെ എന്താ? വെർബാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് പേഴ്സണും വെർബും ആണ് വന്നിരിക്കുന്നത്. പേഴ്സണും വെർബും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഹൂ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. സോ നമ്മുടെ ആൻസർ ഹൂ ആണ്. ക്ലിയർ ആണല്ലോ? ഈസി ആയിട്ട് കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നോക്കിക്കോ. ദ ബെഞ്ച് ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദ ബെഞ്ച് ആണ്. ഇവിടെ ഒരു എന്താ? സാധനമാണ് വന്നിരിക്കുന്നത് അല്ലേ. ഒരു സാധനമാണ്. അപ്പോൾ തിങ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഡാഷ് വന്നിട്ടുണ്ട്, ഇവിടെ ലെഗ്സ്. ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഗ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അല്ലേ. ലെഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ തിങ്ങിനെയോ അല്ലേ, തിങ്സിനെയോ പേഴ്സണെയോ ഒക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു ഹൂസ്.
ഹൂ അല്ലെങ്കിൽ ഹൂം എന്ന് പറയുന്നത് പേഴ്സൺസിനെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അല്ലേ. പക്ഷേ നമുക്കൊരു തിങ്സ് അല്ലെ, തിങ്സിനെയോ അല്ലെങ്കിൽ ഒരു എന്താണ് പേഴ്സണെയോ ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, ആനിമൽസിനെയോ കൺട്രീസിനെയോ റിവേഴ്സിനെയോ പേഴ്സൺസിനെയോ തിങ്സിനെയോ ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താ, അത് ഹൂസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ പേഴ്സൺസ് അല്ലെങ്കിൽ തിങ്സ് ആവാം. അപ്പൊ തിങ്സും തന്നിട്ടുണ്ട്, ഇവിടെ ഒരു നൗണ് വന്നിട്ടുണ്ട്. നൗണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഹൂസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നമ്മൾ വേറൊരു കണ്ടീഷനും കൂടെ പറഞ്ഞു, ഇവിടെ നിന്ന് ആരുടെ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കുക, ആരുടെ ലെഗ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെഗ്സ്, ഈ കാലുകൾ ആരുടെ കാലുകളാ, ബെഞ്ചിന്റെ കാലുകൾ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ. ആരുടെ കാലുകളാ, ബെഞ്ചിന്റെ കാലുകൾ. ആൻസർ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, ഹൂസ് ആണ്. അപ്പൊ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ തിങ്സ് അല്ലെങ്കിൽ ഇവിടെ കൺട്രീസ് ആവാം, റിവേഴ്സ് ആവാം. ഇവിടെ ഒരു നൗണുമാണ് വരുന്നതെങ്കിൽ ഇവിടെ ഹൂസ് എന്നതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ തിങ്സ് മാത്രമല്ലേ, ഞാൻ പറഞ്ഞു പേഴ്സൺസ്, തിങ്സ്, റിവേഴ്സ്, കൺട്രീസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നൗണും വന്നു കഴിഞ്ഞാൽ ഉത്തരം നമ്മുടെ ഹൂസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The doctor from dash we got the prescription is the well-known physician. ഇവിടെ നോക്കിക്കേ, ദ ഡോക്ടർ എന്ന് പറയുന്നത് എന്താണ്, പേഴ്സൺ ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫ്രം വന്നിട്ടുണ്ട്. ഫ്രം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ടു, ഫ്രം എന്നൊക്കെ പറയുന്നത് എന്താ, ഓൺ, അറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. പേഴ്സന്റെ കൂടെ ഫ്രം എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു എന്ത്, പേഴ്സന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ, ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് അല്ലെ. അപ്പൊ പേഴ്സൺ ഇവിടെ വന്നു, ഇവിടെ പേഴ്സൺ വന്നു, ഇപ്പുറത്തൊരു പ്രൊനൗൺ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൂം യൂസ് ചെയ്യാം. പേഴ്സന്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഹൂം യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ആൻസർ വളരെ ഈസി ആയിട്ട് എന്ത് കിട്ടി, ഹൂം എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ, യെസ്. ഇനി ഇല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ പേഴ്സൺ ഉണ്ട്, ഇവിടെ പ്രൊനൗണും ആണ് അല്ലേ വന്നിരിക്കുന്നത് അല്ലെ. പേഴ്സണും ഇവിടെ പ്രിപ്പോസിഷനും ഉണ്ട്, ഇവിടെ പ്രൊനൗണും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൂം എന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ബാബു ഡാഷ് പാരൻസ് ആർ ബോത്ത് ടീച്ചേഴ്സ് വൺ ദ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ. ഇവിടെ എന്താ വരുന്നേ, ബാബു എന്ന് പറയുമ്പോൾ അത് ഒരു പേഴ്സണാ അല്ലെ, ഒരു വ്യക്തിയാണ്. ഡാഷ് ഉണ്ട്, ഇവിടെ പാരൻസ്. പാരൻസ് എന്ന് പറയുന്നത് എന്താണ്, പാരൻസ് എന്ന് പറയുന്നത്, പാരൻസ് എന്ന് വെച്ചാൽ രക്ഷിതാക്കളാണ് അല്ലെ. ഇപ്പൊ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് എന്താ, ഒരു നൗൺ ആണ് അല്ലെ. പാരൻസ് എന്ന് പറയുന്നത് രക്ഷിതാക്കൾ ഒരു നൗൺ ആണ്, നാമമാണ്, ഒരു പേരാണ്. അപ്പോ നൗൺ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ പേഴ്സണും ഇവിടെ നൗണും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ നമുക്കിവിടെ എന്ത് ചോദിക്കണം, ഈ നൗണിനോട് ആരുടെ പാരൻസാ, ബാബുവിന്റെ പാരൻസ്. അവിടെ ആൻസർ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഉത്തരം എന്തായി, ഹൂസ് എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇവിടെ പേഴ്സൺ, ഇവിടെ നൗൺ ആണ്. നൗണിനോട് ആരുടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്, ഈ പറയുന്ന പേഴ്സന്റെ ആണ് എന്നുള്ളത്. സോ നമ്മുടെ ആൻസർ എന്താ, ഹൂസ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ ഫ്രണ്ട് ഓഫ് മൈ ഡാഷ് ഈസ് എ ലോയർ ഹെൽപ്ഡ് മീ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എ ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പേഴ്സൺ ആണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ തന്നിരിക്കുന്നത് ഈസ് ആണ്. ഈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓക്സിലറി വേർബ് ആണ് അല്ലെ. ഈസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഓക്സിലറി വേർബ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു, ഒരു പേഴ്സണും ഒരു വെർബോ ഓക്സിലറി വെർബോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ ഈസി ആയിട്ട് കിട്ടി, ഹൂ ആണ്. ഒരു പേഴ്സണും ഇവിടെ ഓക്സിലറി വേർബും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി എഴുതാം, ഹൂ എന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോ. ഈസ് ദാറ്റ് ദ മാൻ ഡാഷ് മോട്ടോർ ബൈക്ക് ഹാസ് ബീൻ സ്റ്റോളൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈസ് ദാറ്റ് ദ മാൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്തായി, പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലായി. ഡാഷ് മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു നൗൺ ആണ് അല്ലെ, ഒരു പേരാണ്, ഒരു വാഹനത്തിന്റെ പേരല്ലേ മോട്ടോർ ബൈക്ക്. അപ്പൊ മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. അപ്പൊ ഒരു പേഴ്സണും ഒരു നൗണും വന്നു കഴിഞ്ഞു. ഇനി ഇത് ആരുടെയെന്ന് ചോദിക്കാം നമുക്ക്. മോട്ടോർ ബൈക്ക് ആരുടെയാ, ഇയാളുടെയാണ് അല്ലേ, ദ മാൻ. അപ്പൊ നമുക്ക് ആൻസറും കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഉത്തരം എന്താ, ഹൂസ് എന്നതാണ് നമ്മുടെ വരുന്നത് റിലേറ്റീവ് പ്രൊനൗൺ. കിട്ടിയല്ലോ, പേഴ്സണും നൗണും വന്നു കഴിഞ്ഞാൽ ഹൂസ് ആണ് വരേണ്ടത് ആൻസർ. അടുത്തത്, ദിസ് ഈസ് ദ ബോയ്
ഡാഷ് വൺ ദ ഗോൾഡ് മെഡൽ. ദിസ് ഈസ് ദ ബോയ് ഡാഷ് വൺ ദ ഗോൾഡ് മെഡൽ. ദിസ് ഈസ് ദ ബോയ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? പേഴ്സൺ വന്നു അല്ലേ. ഇവിടെ ഡാഷ് ഉണ്ട്. വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയിച്ചു, വിൻ. വൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിൻ, വിജയിക്കുക. അതൊരു വെർബാണ് അല്ലേ, വെർബാണ്. അപ്പൊ പേഴ്സൺ വന്നു, ഇവിടെ വെർബ് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ഹൂ എന്ന് പറയുന്നത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ ഹൂ ആണ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഷീ ഈസ് വൺ എന്ന് പറയുന്ന സമയത്ത് ഷീ ഈസ് വൺ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. പേഴ്സൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. വി എന്ന് പറയുന്നത് എന്താ? വി എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ, ഒരു പ്രൊനൗൺ ആണ്. അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്, ഇവിടെ ഒരു പ്രൊനൗൺ ഉണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണും പ്രൊനൗണും വന്നു കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹൂം ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ആൻസർ എന്താ? ഹൂം ആണ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, ഏതൊക്കെയാണ് കണ്ടീഷൻ പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒരു പേഴ്സൺ ഇവിടെ വന്നു, ഇപ്പുറത്ത് ഒരു വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഹൂ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത കണ്ടീഷൻ, ഒരു പേഴ്സൺ ഇവിടെ വന്നു, ഇവിടെ നമുക്കൊരു പ്രൊനൗൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഹൂം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത കേസ്, ഒരു പേഴ്സൺ ഉണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ആര് വരുന്നു? ഒരു പ്രിപ്പോസിഷൻ വരുന്നു. അങ്ങനെയാണെങ്കിലും ഇവിടെ എന്ത് വരാം? ഹൂം വരാം എന്ന് പഠിച്ചു. അടുത്ത കണ്ടീഷൻ, ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്, ദെൻ ഇവിടെ ഒരു നൗൺ ആണുള്ളത്. നൗണിൻ്റെ അടുത്ത് ആരുടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ പേഴ്സൻ്റെ എന്നുള്ള ആൻസറും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹൂ, ഹൂം, ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി കഴിഞ്ഞിട്ടില്ല. റിലേറ്റീവ് പ്രൊനൗണിൽ ദാറ്റ് ഉണ്ട്, വിച്ച് ഉണ്ട്, വാട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ആ 3 എണ്ണം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഹൂ, ഹൂം, ഹൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ,